ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മൾ സൂറത്തുൽ മുഅ്മിനൂനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 25 ആയത്തുകൾ വിശദീകരിക്കുകയും പഠിക്കുകയും ചെയ്തു. ഇന്ന് 26 മുതൽ 30 വരെയുള്ള ആയത്തുകൾ എടുക്കാനാണ് ഇൻഷാ അള്ളാഹ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഖുർആൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ മഖാരിജുൽ ഹുറൂഫ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ പഠിച്ച് അവസാനം പഠിച്ചു വച്ച മഖ്റജ് അക്ഷരേതാ? റോ 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 റോ. അപ്പൊ നമ്മൾ ഏതാ പഠിച്ച്? ദാല് അല്ലേ? ഇനി റോ എന്നുള്ള അക്ഷരമാണ്. അത് ഒന്നും കൂടെ ഉച്ചരിക്കുന്നത് നോക്കിക്കോ. അതിന്റെ മഖ്റജും റോ 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 റോ. എങ്ങനെ ഉച്ചരിക്കണേ? ഉച്ചരിച്ചണേ, കേൾക്കണില്ല. റോ എന്നാണോ ര എന്നാണോ? അതായത് അത് അവിടെ, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അതായത് ഇതിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് ര എന്നുള്ള പോലെയാണ് ഉച്ചരിക്കുന്നത്. റോ റോ ശരിക്കും റോ 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 ഒന്ന് പറഞ്ഞു നോക്ക്. അതായത് റാ തെർക്കീക്കുണ്ട്, തഫ്ഖീമുണ്ട്. 2 രൂപത്തിൽ റാ ഉണ്ട്. കട്ടി കൂട്ടി പറയേണ്ടതുണ്ട്, കനം കുറച്ച് പറയേണ്ടതുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അത് അല്ലേ? തഫ്ഖീമും തെർക്കീക്കും ഒക്കെ അതിൽ വരുന്ന അക്ഷരത്തിൽപ്പെട്ടത് കൊണ്ടാണ് അത് അങ്ങനെ ഉച്ചരിക്കുന്നത് കേട്ടോ. ഹദീസ് നോക്ക്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1337 ഹദീസാണ്. عن أبي هريرة عبد الرحمن بن صخر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ما نهيتكم عنه فاجتنبوه وما أمرتكم به فأتوا منه ما استطعتم فإنما أهلك الذين من قبلكم كثرة مسائلهم واختلافهم على أنبيائهم. ഇമാം മുസ്ലിം ഉദ്ധരിച്ച വളരെ പ്രധാനപ്പെട്ടൊരു ഹദീസാണിത്. നമ്മളൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു ഹദീസ്. 3 കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? ആ ഹദീസിലൂടെ പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരാ? നബിയുടെ ഹദീസ് ധാരാളമായി റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലേ? അബൂ ഹുറൈറ എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെന്താ? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്നാണ്. അദ്ദേഹത്തിന് അബൂ ഹുറൈറ എന്നുള്ള പേര് കിട്ടാൻ കാരണം എന്താ? പൂച്ചകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അബൂ ഹുറൈറ പൂച്ചകളുടെ പിതാവ് എന്ന പേരിൽ അദ്ദേഹത്തിന് ആ പേരിൽ അറിയപ്പെട്ടത്. അതുകൊണ്ടാണ് ഒരുപാട് ദിവസങ്ങളോളം ഹദീസുകൾക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വചനങ്ങൾക്ക് വേണ്ടി ദീർഘമായി യാത്ര ചെയ്ത ഒരു സ്വഹാബിയും കൂടെയാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മാത്രമല്ല, വിശന്നിട്ട് ബോധരഹിതനായി മദീനയിൽ വീണ സ്വഹാബിയും കൂടെയാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ
അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹമാണ് ഈ ഹദീസ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടു എന്നാണ് പറയുന്നത്. എന്താ റസൂലുള്ള പറഞ്ഞ? യഖൂലു, നബി തങ്ങൾ പറഞ്ഞു, മാ നഹൈതുക്കും അൻഹു ഫജ്തനിബൂഹു. എന്താ അർത്ഥം? ഞാൻ നിങ്ങളോട് വിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. വിലക്കിയ കാര്യങ്ങൾ പൂർണ്ണമായി നിങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക എന്നതാണ് ഒന്നാമത്തെ പ്രവാചകന്റെ നിർദ്ദേശം. അതാണ് അദ്ദേഹം കേട്ടത്. മാ നഹൈതുക്കും അൻഹു ഫജ്തനിബൂഹു. ഞാൻ നിങ്ങളോട് വിരോധിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണമെന്ന്. ചിലത് ഒഴിവാക്കാനാണോ പറഞ്ഞത്? അല്ല, പിന്നെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നാണ്. ഫജ്തനിബൂഹു, നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതായത് പ്രവാചകൻ വിരോധിച്ച അല്ലെങ്കിൽ പ്രവാചകൻ തടഞ്ഞൊരു കാര്യം, അതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും വിട്ടു നിൽക്കണം. അതിൽ ചെറുത് വലുത് എന്നൊന്നുമില്ല. നബി ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്ന് മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം എന്നാണ്. അതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമതെന്താ റസൂലുള്ള പറഞ്ഞ? വമാ അമർത്തുക്കും ബിഹി ഫഅ്തു മിൻഹു മസ്തതഅതും. എന്താ? കൽപ്പനകൾ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക? പ്രാവർത്തികമാക്കുക. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? നബി വിരോധിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? പൂർണ്ണമായി ഒഴിവാക്കാൻ പറഞ്ഞു. നബി കൽപ്പിച്ച കാര്യങ്ങളോ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞോ? മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്നത്. നബി പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു പക്ഷേ നമ്മൾ അശക്തരായിരിക്കും, അല്ലേ? എന്നാൽ നമുക്ക് കഴിയുന്നതുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം എന്നതാണ്. വമാ അമർത്തുക്കും ബിഹി ഫഅ്തു മിൻഹു മസ്തതഅതും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കഴിവിൻ്റെ പരമാവധി, നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഫഅ്തു, പ്രവർത്തിക്കണം. അത് നിങ്ങൾ ചെയ്യണം എന്നതാണ്. ഓരോരുത്തർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. നബി സ്വതക്ക ഒരു ഉദാഹരണം പറയാം. നബി സ്വതക്ക കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സക്കാത്ത് കൊടുക്കാൻ കഴിയുമോ? അതിന് അർഹതപ്പെട്ടവർക്കല്ലേ പറ്റുള്ളൂ. അതേപോലെ തന്നെ സ്വതക്കയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഓരോന്നിനും ഓരോരുത്തരുടെയും പ്രവർത്തനത്തിൽ എന്തുണ്ടാകും? വ്യത്യാസങ്ങളുണ്ടാകും. എല്ലാം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ അവിടെ പ്രയോഗിച്ച പ്രയോഗം എന്താ? മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യണമെന്ന്. രാത്രി നിസ്കാരത്തിന് നമുക്ക് കഴിയൂലേ? കഴിയും. റസൂലുള്ള അവിടെ എന്താ പറഞ്ഞത്? 11 റക്അത്ത് നിർബന്ധമായി നബി നിസ്കരിച്ചിരുന്നു എന്നാ. നബിക്കത് നിർബന്ധമായിരുന്നു. നബി അത് മുടങ്ങാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളോ മുടങ്ങാതെ ചെയ്യുമോ? 11 നിസ്കരിക്കുമോ? 11 തൊട്ട് 3 നിസ്കരിക്കുമോ? അതും പോട്ടെ 1 നിസ്കരിക്കുമോ? ആലോചിച്ച് നോക്കി. നമുക്ക് പരിമിതികളുണ്ട്. എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യണം എന്നതാണ്. ചെയ്യുന്നതോ, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആവേശത്തിൽ അങ്ങോട്ട് ചെയ്യും. 1 മാസം 2 മാസമൊക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി തന്നെ ഉണ്ടാവില്ല. അങ്ങനെ ആവരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താ റസൂലുള്ള പറഞ്ഞേ? നിങ്ങൾ ചെയ്യുന്നത് കുറച്ചുള്ളൂ എങ്കിൽ അത് മതി, പക്ഷേ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം എന്താ? ഫഇന്നമാ അഹ്ലകല്ലദീന മിൻ ഖബ്ലിക്കും കസറത്തു മസായിലിഹിം വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം. എന്താ പറഞ്ഞ്? നിങ്ങളുടെ മുൻകാല ജനവിഭാഗങ്ങൾ നശിച്ചു പോകാനുള്ള കാരണം, മുൻഗാമികളായ ആളുകൾ നശിച്ചു പോകാനുള്ള കാരണം 2 പറഞ്ഞ്. ഒന്ന്, കസറത്തു മസായിലിഹിം, അവരിൽ നിന്നുള്ള ചോദ്യത്തിൻ്റെ ആധിക്യം കൊണ്ട്, അധികരിച്ച ചോദ്യം. വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം, അതുപോലെ തന്നെ അവരുടെ പ്രവാചകന്മാരെ
പ്രവാചകന്മാരോട് എന്ത് ചെയ്യുക, അനാവശ്യമായി തർക്കിക്കുക, വിയോജിപ്പുണ്ടാക്കുക. ഇതായിരുന്നു മുൻഗാമികളായ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ നശിച്ചു പോകാനുണ്ടായ കാരണം എന്നാണ്. ഇപ്പം 3 കാര്യങ്ങളാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഒന്ന്, വിലക്കുകൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, ഒഴിവാക്കുക. കൽപ്പനകൾ പരമാവധി എന്ത് ചെയ്യുക, ജീവിതത്തിൽ പാലിക്കുക. 3, അനാവശ്യമായ ചോദ്യങ്ങളും തർക്കങ്ങളും എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഈ 3 കാര്യങ്ങളാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലാവുണ്ടോ? അതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും എഴുതിയെടുക്കണോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആയത്തിലേക്ക് വരാം. 26-ാമത്തെ ആയത്ത് കേട്ടോളൂ. قال رب انصرني بما كذبون. അതിലെ തജ്വീദ് നിയമങ്ങൾ എന്തൊക്കെയാണ്? ഹംസത്തുൽ വസ്ൽ അല്ലേ? പറഞ്ഞല്ലേ, വിശദീകരിക്കണ്ടല്ലോ. പിന്നെ ഇഖ്ഫാഉൽ ഹഖീഖി, റബ്ബിൻ സുർ അല്ലേ? അവിടെ എന്താ? നൂനിനെ മണിച്ചു കൊണ്ടോതണം. പിന്നെ കദ്ദബൂൻ എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞു മദ്ദുൽ ആരിൽ സുക്കൂൻ, നിർത്തുമ്പം 2 മുതൽ 4, 6 ഹർക്കത്തുകൾ വരെ എന്ത് ചെയ്യാം, നീട്ടി ഉച്ചരിക്കാം. എന്താ അർത്ഥം? ഖാല, അദ്ദേഹം പറഞ്ഞു. ആരാണ് അദ്ദേഹം? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ മുമ്പത്തെ ആയത്ത് നിങ്ങളെ ഓർമ്മയിൽ ഉണ്ടാവും തോന്നുന്നുണ്ട്. നൂഹ് നബി തൻ്റെ ജനതയോട് പറഞ്ഞ കാര്യവുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, തൊട്ടു മുമ്പ് ക്ലാസ് അവസാനിപ്പിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞു, റബ്ബിൻ സുർനി, എൻ്റെ റബ്ബെ എന്നെ സഹായിക്കണമേ. നസ്വറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു എന്ന. യൻസുറു എന്നാണ് അതിൻ്റെ മുലാരി. നസ്വറ യൻസുറു, ഉൻസുർ, അതാണ് അതിൻ്റെ അംബ്രം ഫീല്. അൻസാർ, സഹായിക്കുന്നവർ. അൻസാറുകളെ കുറിച്ച് അറിയില്ലേ? മദീനയിലുള്ള അൻസാറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ നിന്ന് ഒന്നുമില്ലാതെ വെറും കയ്യോടുകൂടി പോയ മുഹാജിറുകൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് സഹായിച്ച ആളുകൾ എന്നതാണ് മദീനയിലെ അൻസാറുകളെ സംബന്ധിച്ച് അവിടുത്തെ സ്വഹാബത്തിനെ കുറിച്ച് പറയാറുള്ളത്. അതാണ് അൻസാറുകൾ. അതിനുണ്ടായതാണ്. മനസ്സിലായോ? റബ്ബിൻ സുർനി, എൻ്റെ റബ്ബെ എന്നെ സഹായിക്കണമേ. ബിമാ കദ്ദബൂൻ, അവർ എന്നെ കളവാക്കിയതുകൊണ്ട്, അവർ ഞാൻ പറയുന്നതിലൊക്കെ കളവ് പറയുന്നത് കൊണ്ട്, അവരെന്നെ വിശ്വസിക്കാത്തത് കൊണ്ട്, കളവാക്കിയത് കൊണ്ട് പടച്ചോനെ നീ എന്നെ സഹായിക്കണേ. ഇതാരാ പറഞ്ഞ്? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, ഇവരെന്നെ നിഷേധിച്ചു തള്ളിയിരിക്കുകയാൽ നീ എന്നെ സഹായിക്കണമേ. നീ അടുത്ത ആയത്തും കൂടെ കേട്ടോ, 27. فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين 2 وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا إنهم مغرقون. എന്താ പറഞ്ഞേ? അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? നൂഹ് നബി അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഇവരെന്നെ നിഷേധിച്ച് കളയുകയാണ്, അതുകൊണ്ട് നീ എന്നെ ആ വിഷയത്തിൽ എന്ത് ചെയ്യണം? സഹായിക്കണം. ആ പ്രാർത്ഥന അള്ളാഹ് കേൾക്കാണ്. ഫ ഔഹൈന ഇലൈ, അതിൻ്റെ തജ്വീദ് പറഞ്ഞില്ല അല്ലേ? അതാ ഫ ഔഹൈന. അവിടെ മദ്ദുണ്ട്, മദ്ദിന് ശേഷം ഹംസയും വന്നിട്ടുണ്ട്. മദ് മുൻഫസിലാണ്, അതുകൊണ്ട് അവിടെ 4 മുതൽ 5 ഹർക്കത്ത് വരെ നീട്ടൽ എന്താണ്? ജായിസാണ്.
അതേപോലെ തന്നെ ളലമൂ എന്നുള്ളിടത്തും. ഈ കാണുന്നതൊക്കെ ഹംസത്തുൽ വസിലാണ്. നമ്മൾ ഒരുപാട് പറഞ്ഞതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഇൽഹാറുൽ ഖമരി അൽ ഫുൽക്ക് ഉണ്ടോ? അതേപോലെ തന്നെ അലൈഹിൽ ഖൗലു അൽ എന്നുള്ള ഉച്ചാരണം മനസ്സിലായില്ലേ? അതുപോലെ മദ് മുത്തസിൽ ജാ ഒക്കെ വാജിബാണ് കേട്ടോ അവിടെ നീട്ടല്. അതുപോലെ തന്നെ ഇദ്ഗാമു ഷംസി അവിടെ എന്താ? വഫാറ തന്നൂർ, വഫാറ അൽ തന്നൂർ എന്ന് പറയോ? ഇല്ല, അത്തന്നൂർ. പിന്നെ ഫില്ലദീന. അതുപോലെ തന്നെ ഇന്നഹുമ്മു അവിടെയൊക്കെ എന്ത് ചെയ്യാനുള്ളതാണ്? മണിച്ചുകൊണ്ട് ഓതാനുള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് കൂടുതൽ വിശദീകരിക്കാത്തത്. ഇഖ്ഫാ ഉൽ ഹഖീഖി. നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് അയക്കുമ്പോൾ ഈ നോട്ട്സ് അയക്കൂലേ ഗ്രൂപ്പിൽ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ ഇതൊക്കെ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം. അല്ലെങ്കിൽ അവിടെ റെഡ് ഈ ആയത്ത് എഴുതിയിട്ട് അവിടെ അടയാളപ്പെടുത്താം. എന്നാലേ നമുക്ക് ഓതുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ ഇന്ന നിയമങ്ങളാണെന്ന് മനസ്സിലാവുള്ളൂ. നന്നായിട്ട് പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഇവിടെയും ഇൽഹാറുൽ ഹൽക്കി അല്ലേ? മിൻഹും സുലത്തുൽ ലൗല അവിടെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എന്താണ് ആ സുല? പാരായണം ചെയ്യുമ്പോൾ അവിടെ നിർത്തലാണ് ഉത്തമം, എന്നാൽ നിർത്താതെയും ഓതാം. ഇവിടെ ഓതിയപ്പോൾ എങ്ങനെയാണ് ആ കാര്യം ഓതിയത്? ഇദ്രീസ് അബ്കർ നിർത്തിയിട്ടാണ് ഓതിയത്. മനസ്സിലാണ്ടോ? നിർത്താതെയും ഓതാം. അതുപോലെ ഇൽഹാർ ഷഫവി മീമ് ബാ നമ്മൾ പഠിച്ച കാര്യമാണ്. ഹുറൂഫുൽ കൽക്കല അത് നമ്മൾ പറഞ്ഞതാണ്. കുത്തുബ് ജദ്ദിൻ്റെ ബാ. മദ്ദുൽ ആരിലി സുക്കൂൻ അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഫഔഹൈന അപ്പോൾ നാം വഹ്യ് നൽകി. എപ്പോ? നൂഹ് നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചപ്പം. എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്? 950 കൊല്ലം ദഅവത്ത് നടത്തിയിട്ടും ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. എന്ന് മാത്രമല്ല കളിയാക്കുകയാണ്. പടച്ചോനെ, ഇതിൽ നിന്ന് എനിക്ക് നീ എന്നെ എന്ത് ചെയ്യണം? സഹായിക്കണേ എന്ന്. ആരോടാ പ്രാർത്ഥിച്ചേ? അള്ളാഹിനോട്. നമുക്കൊരു പ്രയാസം വന്നാൽ നമ്മൾ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ബദരീങ്ങളോട്, മൊയ്തീൻ ഷെയ്ഖിനോട്, CM വലിയുള്ളയോട് അല്ലേ? പിന്നെ ആരോടാ? നമ്മളങ്ങനെ ചോദിക്കൂല അല്ലേ? ആരോടാ ചോദിക്കണ്ടേ? അള്ളാഹിനോട്. അള്ളാഹിനോട് കുറേ ചോദിച്ച് കിട്ടണില്ല. അപ്പം എന്ത് ചെയ്യണ്ടേ? ഏതേ മൂലയുടെ അടുത്തേക്ക് പോണോ? തങ്ങന്മാരുടെ അടുത്തേക്ക്? ഇല്ല. പിന്നെ അള്ളാഹിനോട് തന്നെ മരിക്കുവോളം അള്ളാഹിനോട് ചോദിക്കുക. കാരണം അള്ളയാണ് പ്രാർത്ഥന കേൾക്കുന്നവനും ഉത്തരം നൽകുന്നവനും. അതുകൊണ്ട് ചോദ്യത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റം വരുത്താൻ പാടില്ല. എത്ര ചോദിച്ചാലും ഒരു വിശ്വാസി എന്ന നിലക്ക് റജായോടുകൂടിയാണ് ചോദിക്കേണ്ടത്. എന്താ റജ എന്ന് പറഞ്ഞാൽ? പ്രതീക്ഷ അല്ലേ? നമ്മൾ ചോദിക്കുന്ന കാര്യം എനിക്ക് കിട്ടും എന്നൊരു റജാ, ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവണം. എങ്കിലേ എന്ത് ചെയ്യുള്ളൂ? ഉത്തരം കിട്ടുള്ളൂ. ഒരു പ്രതീക്ഷയില്ലാതെ വെറുതെ അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. പ്രതീക്ഷ വേണം. ചോദിക്കുന്നത് എനിക്ക് എൻ്റെ റബ്ബ് തരും എന്ന പ്രതീക്ഷ. അങ്ങനെ ചോദിച്ചാൽ അള്ളാഹ് തരും. 3 രീതിയിൽ തരും. ചിലപ്പോൾ അപ്പം തന്നെ തരും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തരും, ചിലപ്പോൾ പരലോകത്തെത്തിയിട്ട് തരും. അപ്പോഴും നമുക്കെന്താണ്? പ്രതീക്ഷയാണ്. എന്തായാലും എൻ്റെ റബ്ബ് എനിക്ക് എവിടുന്നെങ്കിലും ഒരിക്കൽ തരും എന്നുള്ളൊരു പ്രതീക്ഷ എന്തുണ്ടാവണം? ഒരു വിശ്വാസിക്ക് ഉണ്ടാവണം. അങ്ങനത്തെ ഒരു വിശ്വാസി റബ്ബല്ലാത്ത ഒരാളോട് എന്ത് ചെയ്യൂല? ചോദിക്കൂല. മനസ്സിലാവുണ്ടോ? നൂഹ് നബി ചോദിച്ചപ്പോൾ ഫഔഹൈന അപ്പോൾ നാം വഹി നൽകി. ഇലൈഹി നൂഹ് നബിക്ക്, അദ്ദേഹത്തിന്. അനിസ്ന സ്വനാന ഉണ്ടാക്കി എന്നാണ്. പണിയാൻ. നീ എന്ത് ചെയ്യണം? പണിയുക അല്ലെങ്കിൽ ഉണ്ടാക്കുക. എന്താ ഉണ്ടാക്കേണ്ടത്? അൽ ഫുൽക്ക. ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മളെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഒരു നിലക്കും എന്ത് ചെയ്യൂല? ഒരു പിടുത്തം കിട്ടൂല. കാരണം അവിടെ വരൾച്ച കൊണ്ട് പ്രയാസപ്പെട്ട് വെള്ളമില്ലാതെ നൂഹ് നബിൻ്റെ ജനത നൂഹ് നബിനോട് വന്നിട്ട് പറഞ്ഞ പരാതികളൊക്കെ നമ്മൾ കേട്ടില്ല ഖുർആനിൽ. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ കപ്പലുണ്ടാക്കുന്ന ഒരാളെ കുറിച്ച് എന്താ നമ്മൾ പറയാ? നമ്മളെന്താ പറയാ? അതൊക്കെ തന്നെയാണ് പോലും പറഞ്ഞ്
ബി അഅ്യുനിന, നമ്മുടെ ഇത് ശരിക്കും നോക്കിക്കളിട്ടാ. അല്ലാഹ് പറയാണ് എന്താ ഉണ്ടാക്കാൻ പറഞ്ഞ്? കപ്പലുണ്ടാക്കാൻ വഹി കൊടുത്തു. എന്നിട്ട് അത് മാത്രല്ല പറഞ്ഞ് ബി അഅ്യുനിന, അതിനൊന്നും തന്നെ എന്താ? കണ്ണ് അല്ലേ? ബി അഅ്യുനിന, നമ്മുടെ മേൽനോട്ടത്തിൽ എന്നാണ്. ആരുടെ? അള്ളാന്റെ മേൽനോട്ടത്തിൽ. അള്ളയാണ് അതിൻ്റെ എഞ്ചിനീയർ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ. അള്ളാന്റെ മേൽനോട്ടത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. വഹീന, നമ്മുടെ വഹി അനുസരിച്ച് തോന്നിയമാരുണ്ടാകാൻ പാടില്ല. അള്ളാഹ് പറയും എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്, ആ രൂപത്തിൽ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. ഫഇദാ ജാ അംറുന, എന്നിട്ട് വന്നാൽ, ഫഇദാ ജാ വന്നാൽ, അപ്പോൾ വന്നാൽ, അംറുന നമ്മുടെ കൽപ്പന വന്നാൽ. ആരുടെ കൽപ്പന? അള്ളാന്റെ കൽപ്പന വന്നാൽ. വഫാറ, പൊട്ടിയൊഴുകുകയും ചെയ്താൽ. ഫാറ എന്ന് പറഞ്ഞാൽ പൊട്ടിയൊഴുക, ഒലിക്കുക എന്നൊക്കെയാണ്. അത്തന്നൂർ, തന്നൂർ എന്ന് പറഞ്ഞാൽ അടുപ്പ്. ഞാൻ വിശദീകരിച്ചു തരാം. അതേപോലെ തന്നെ ഫസ്ലുക്കു, അപ്പോൾ നീ പ്രവേശിക്കുക. സലക്ക പ്രവേശിച്ചു. യസ്ലുക്കു എന്നാണ് എൻ്റെ മുലാരി. ഫീഹ, അതിൽ, അതായത് അടുപ്പിൽ നിന്ന് പൊട്ടിയൊഴുകുകയും ചെയ്താൽ, അതായത് പ്രളയത്തിൻ്റെ അടയാളം കണ്ടാൽ എന്ത് ചെയ്യണം? ഫസ്ലുക്ക് ഫിഹ, നമ്മളുടെ മേൽനോട്ടത്തിൽ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ആ കപ്പലിൽ നീ എന്ത് ചെയ്യണം? പ്രവേശിക്കണം എന്നാണ്. മനസ്സിലായോ? എന്നിട്ടോ നൂഹ് നബിനോട് മാത്രമാണോ പ്രവേശിക്കാൻ പറഞ്ഞ്? അല്ല. മിൻ കുല്ലി സൗജൈനി ഇസ്നൈനി, എല്ലാ വസ്തുവിൽ നിന്നും ഈ രണ്ട് ഇണകളെ എന്ത് ചെയ്യണം? സൗജൈനി ഇസ്നൈൻ, ഈ രണ്ട് ഇണകളെയും എന്ത് ചെയ്യണം? അതിൽ പ്രവേശിപ്പിക്കണം. വാഹിലക്ക, നിന്റെ ആൾക്കാരെയും സ്വന്തക്കാരെയും. നമ്മളെ നാട്ടിൽ സ്വന്തക്കാരെ മന്ത്രി പ്രവേശിപ്പിച്ചാലേ ചിലപ്പോൾ സമരവും ജാതിയും ഒക്കെ പ്രകടനമൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനെയല്ല. ആ സ്വന്തക്കാരല്ല ഉദ്ദേശിച്ചു കേട്ടോ, പറഞ്ഞുതരാം. വാഹിലക്ക, നിന്റെ ആൾക്കാരെയും സ്വന്തക്കാരെയും എന്ത് ചെയ്യുക? പ്രവേശിപ്പിക്കുക. ഇല്ലാമൻ, ഒരു കൂട്ടരൊഴികെ. ആരാണവർ? സബഖ അലൈഹിൽ ഖൗലു മിൻഹും, മുമ്പ് കഴിഞ്ഞിരിക്കുന്നു. അലൈഹി, അവരുടെ മേൽ, അവരെ സംബന്ധിച്ചാൽ ഖൗല്, വാക്ക്, മിൻഹും, അവരിൽ നിന്ന്. വലാ തുഖാതിബ്നി, നീ എന്നെ അഭിമുഖീകരിക്കരുത്, എന്നോട് പറയരുത്, ഓലെക്കുറിച്ച് ഒരു റെക്കമെൻഡും കൊണ്ടിങ്ങോട്ട് വരരുത്. ഫില്ലദീന, യാതൊരു കൂട്ടരിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ, വലമു, അക്രമം പ്രവർത്തിച്ചിട്ടുള്ള, ഇന്നഹും, നിശ്ചയമായിട്ടും അവർ, മുഹറഖൂൻ, മുക്കി നശിപ്പിക്കപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ മുക്കപ്പെടുന്നവരാണ്, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവരാണ്. അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചിട്ട് റെക്കമെൻഡുമായിട്ട് ഇങ്ങോട്ട് വരരുത്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ ആ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പ്രവാചകൻ അയച്ചു. ആ പ്രവാചകൻ കഴിവിൻ്റെ പരമാവധി പറഞ്ഞു കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു. 950 കൊല്ലം പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ആളുകൾ എന്ത് ചെയ്തില്ല? അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല. അദ്ദേഹത്തെ നിഷേധിച്ചു, കളവാക്കി, ധിക്കരിച്ചു, അഹങ്കാരം കാണിച്ച് തിരിഞ്ഞു നടന്നു. എന്നിട്ടോ അവസാനം ഈ അക്രമികളുടെ, ഈ ആളുകളുടെ പ്രയാസങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് സഹായിക്കണേ അല്ലാ എന്ന് നൂഹ് നബി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുകയും അള്ളാൻ്റെ മേൽനോട്ടത്തിൽ പടച്ച റബ്ബിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കപ്പലുണ്ടാക്കാൻ കൽപ്പിക്കുകയും ആ കപ്പലിൽ നീയും നിന്നിൽ വിശ്വസിച്ചവരും, അതായത് നിൻ്റെ ആളുകൾ, അതേപോലെ തന്നെ ഓരോ ഇണകളിൽ നിന്ന് 2 പേരെയും വെച്ച് പ്രവേശിപ്പിക്കാൻ, അതിൽ കയറ്റാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. ഇതാണ് ആയത്ത്. അപ്പോൾ നാം അദ്ദേഹത്തിന് ഇപ്രകാരം ബോധനം നൽകി, നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശമനുസരിച്ചും നീ കപ്പൽ നിർമ്മിച്ചു കൊള്ളുക. അങ്ങനെ നമ്മുടെ കൽപ്പന വരികയും അടുപ്പിൽ നിന്ന് ഉറവ് പൊട്ടുകയും ചെയ്താൽ എല്ലാ വസ്തുക്കളിൽ നിന്നും 2 ഇണകളെയും നിന്റെ കുടുംബത്തെയും നീ അതിൽ കയറ്റിക്കൊള്ളുക.
അവരുടെ കൂട്ടത്തിൽ ആർക്കെതിരിൽ ശിക്ഷയുടെ വചനം മുൻകൂട്ടി ഉണ്ടായിട്ടുണ്ടോ അവരൊഴികെ അക്രമം ചെയ്തവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിച്ചു പോകരുത്. തീർച്ചയായും അവർ മുക്കി നശിപ്പിക്കപ്പെടുന്നതാണ്. ഇതാണ് ആയത്ത്. അതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. വിശദീകരിച്ചു തരാം കേട്ടോ. അടുത്ത ആയത്ത് കൂടിയും കേട്ടോളി. فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين. ഓക്കെ അല്ലേ? അതിൽ തജ്വീദ് നിയമങ്ങൾ വരുന്ന ശ്രദ്ധിച്ചോളെ. മഞ്ഞ കാണുന്ന ഹംസത്തുൽ വസ്ലാണ്. അതുപോലെ തന്നെ ഇഖ്ഫാഉൽ ഹക്കീക്കി അൻത. അതുപോലെ തന്നെ ഇദ്ഗാമും ബിഗുന്ന വമൻ മഅക. അതുപോലെ ഇൽഹാറുൽ ഖമരി അൽ ഖൗമി മിനൽ ഖൗമി അലൽ ഫുൽക്കി ഫഖുലിൽ ഹംദു ഉണ്ടോ? അതുപോലെ ഇദ്ഗാമു ശംസി അല്ലദി മിനൽ ഖൗമി ദ്വാലിമീൻ മദ്ദുൽ ആരിദ് ലിസുക്കൂൻ. ഫഇദസ്തവൈത അങ്ങനെ നീ ശരിപ്പെട്ടു കഴിഞ്ഞാൽ, അൻത നീയും, വമൻ മഅക നിന്റെ കൂടെയുള്ളവരും, അലൽ ഫുൽക്കി കപ്പലിൽ കയറി, ഫഖുൽ അപ്പോൾ നീ പറയുക, അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അള്ളാഹുവിനാണ്. എന്തിനാ പറയേണ്ടത്? അല്ലദി നജ്ജാന നമ്മെ രക്ഷപ്പെടുത്തിയവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. മിനൽ ഖൗമിൽ ളാലിമീൻ ജനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അക്രമികളായ ജനങ്ങളിൽ നിന്ന്. മനസ്സിലായോ? അക്രമികളായ ജനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിന് അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. ഉണ്ടോ? അങ്ങനെ നീയും നിന്റെ കൂടെയുള്ളവരും കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ നീ പറയുക, അക്രമകാരികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഈ ആയത്തും കൂടെ കേട്ടോളൂ. قُل رَّبِّ أَنزِلْنِي مُنزَلًا مُبَارَكًا وَأَنتَ خَيْرُ الْمُنزِلِينَ. ഈ ആയത്ത് കാണാതെ പഠിക്കണം. എല്ലാവരും പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഒന്നും കൂടി കേട്ടോളി. وَقُل رَّبِّ أَنزِلْنِي مُنزَلًا مُبَارَكًا وَأَنتَ خَيْرُ الْمُنزِلِينَ. ഇതൊരു പ്രാർത്ഥനയാണ്, വളരെ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായും ചൊല്ലേണ്ടുന്ന പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഖുർആൻ്റെ ആയത്താണ്. സൂറത്തു മുഅ്മിനൂൻ 29-ാമത്തെ ആയത്ത്. അത് കാണാതെ എല്ലാവരും എന്ത് ചെയ്യുക? പഠിക്കാൻ പരിശ്രമിക്കുക. അതിലെ തജ്വീദ് നിയമങ്ങൾ വഖുർ റബ്ബി, അവിടെ വക്കുൽ റബ്ബി എന്ന് പറയരുത്, വഖുർ റബ്ബി. പിന്നെ വഖുർ റബ്ബി അൻ അൻ ഉണ്ടോ? അൻസിൽനി, അവിടെ നൂനിന് എന്ത് ചെയ്യണം? മണിക്കണം. പിന്നെ മുൻസലൻ വ അൻത ഖൈറുൽ മുൻസിലീൻ, മുൻസലൻ മുബാറക്കൻ. മനസ്സിലാണ്ടോ? അതുപോലെ ഖൈറുൽ മുൻസിലീൻ ഹംസത്തുൽ വസ്ല് മദ്ദു ആരിദ് ലിസുക്കൂൻ. എന്താ അർത്ഥം? വഖുർ റബ്ബി എൻ്റെ റബ്ബേ എന്ന് പറയാൻ പറഞ്ഞു. റബ്ബി അൻസിൽനി നീ എന്നെ ഇറക്കി തരേണമേ, മുൻസിലൻ ഒരു താവളത്ത് അല്ലെങ്കിൽ ഇറങ്ങുന്ന ഒരു സ്ഥലത്ത്, മുബാറക്കൻ അനുഗ്രഹീതമായ ആശീർവദിക്കപ്പെട്ട, വ അൻത നീയാകട്ടെ ഖൈറുൽ മുൻസിലീൻ ഇറക്കിത്തരുന്നവരിൽ ഉത്തമനാണ്. മനസ്സിലായോ? എൻ്റെ രക്ഷിതാവെ, അനുഗ്രഹീതമായ ഒരു താവളത്തിൽ നീ എന്നെ ഇറക്കിത്തരേണമേ. നീയാണല്ലോ ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയാൻ ആരോട് പറഞ്ഞു? നൂഹ് നബിയോട്. എപ്പോ? ആ കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണിത് പറയേണ്ടത് കേട്ടോ. എന്താണത്? ഇതൊരു പ്രാർത്ഥനയാണ്. റബ്ബി അൻസിൽനി മുൻസിലൻ മുബാറക്കൻ വ അൻത ഖൈറുൽ മുൻസിലീൻ. അതാണ് പഠിക്കേണ്ടത്.
നിർബന്ധമായിട്ടും കാണാൻ പഠിക്കും. ഇനി അടുത്ത ഒരു ആയത്തും കൂടെ എടുത്തിട്ട് നമുക്ക് നിർത്താം. إن في ذلك لآيات وإن كنا لمبتلين. ഓക്കെ അല്ലേ? തജ്വീദ് നിയമങ്ങൾ ഇന്ന ശദ്ദുള്ള നൂന് വന്ന മണിക്കണം. പിന്നെ വ ഇൻ കുന്ന അവിടെയും ല ആയാത്തിൻ വ ഇൻ കുന്ന വ ഇൻ കു ല മുബ്തലീൻ കുതുബ് ജദ് മദ്ദാരിൽ ലിസുക്കൂൻ. ഇന്ന ഫീ ദാലിക നിശ്ചയമായും അതിലുണ്ട്, ഇപ്പറഞ്ഞതിലുണ്ട്, ല ആയാത്തിൻ എന്തുണ്ട്? പല ദൃഷ്ടാന്തങ്ങളുണ്ട്. വ ഇൻ കുന്ന നിശ്ചയമായി നാം ആകുന്നു, ല മുബ്തലീൻ പരീക്ഷിക്കുന്നവരാകുന്നു. മനസ്സിലായോ? തീർച്ചയായും അതിൽ, അതായത് പ്രളയത്തിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. തീർച്ചയായും നാം പരീക്ഷണം നടത്തുന്നവൻ തന്നെയാകുന്നു. ഇതാണ് 30 വരെയുള്ള ആയത്തുകൾ. ഈ ആയത്തിൽ നമ്മൾ പറഞ്ഞു, നൂഹ് നബിയോട് പ്രബോധനം നടത്താൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു പ്രദേശത്തേക്ക് പറഞ്ഞയച്ചു. നൂഹ് നബി വരുന്നത് ആദം നബിയുടെ 10 തലമുറ കഴിഞ്ഞിട്ടാണ്. ആളുകൾ ഷിർക്കിലേക്ക് പോകുമ്പോൾ ആ ഷിർക്കിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നൂഹ് നബി അള്ളാഹു പറഞ്ഞയച്ച്. അങ്ങനെ നൂഹ് നബി ജനങ്ങളോട് 950 കൊല്ലം എന്ത് ചെയ്തു? പ്രബോധനം നടത്തി. പ്രബോധനം നടത്തിയിട്ട് പല ആളുകളും അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് നൂഹ് നബിയിൽ എന്ത് ചെയ്തത്? അത്രയും കൊല്ലക്കാലം ദഅവത്ത് നടത്തിയിട്ടും വിശ്വസിച്ചത് എന്ന്. മനസ്സിലായോ? എന്നിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് പറഞ്ഞ് പ്രയാസപ്പെട്ടപ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച്? പടച്ചോനെ, ഇവരെന്നെ വിശ്വസിക്കുന്നില്ല, ഇവർ ഞാൻ പറയുന്ന അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല, അതുകൊണ്ട് എന്നെ സഹായിക്കണേ. അങ്ങനെ സഹായിക്കണേ എന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തിയപ്പോൾ ആ പ്രാർത്ഥന അള്ളാഹ് കേട്ടിട്ട് നൂഹ് നബിയോട് അള്ളാഹ് പറഞ്ഞു, എന്ത്? എങ്കിൽ എൻ്റെ മേൽനോട്ടത്തിലും വഹീൻ്റെ നിർദ്ദേശപ്രകാരവും നീ കപ്പൽ നിർമ്മിക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് നൂഹ് നബി എന്ത് ചെയ്യുന്നത്? കപ്പലുണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. പ്രളയത്തിൻ്റെ അടയാളങ്ങൾ വല്ലതും കണ്ടാൽ നീ എന്ത് ചെയ്യണം? നീയും നിന്നിൽ വിശ്വസിച്ചവരും നിന്റെ അഹലുകാരും എന്ത് ചെയ്യണം? ആ കപ്പലിൽ കയറ്റണം. പിന്നെ എല്ലാ ഓരോ ഇണകളിൽ നിന്ന് ഈ 2 പേരെയും എന്ത് ചെയ്യണം? കപ്പലിൽ കയറ്റാനും അള്ളാഹു എന്ത് ചെയ്തു? കൽപ്പിച്ചു എന്നാണ്. മാത്രമല്ല, അതിനുശേഷം പറഞ്ഞത്, പടച്ച റബ്ബ് നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ആ രക്ഷപ്പെടുത്തലിൻ്റെ ഫലമായി നിങ്ങൾ അള്ളാഹുവിന് എന്ത് ചെയ്യണം? നന്ദി കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും വേണമെന്ന്. ആ പ്രാർത്ഥനയാണ് നിങ്ങളോട് പഠിക്കണമെന്ന് പറഞ്ഞ ആ പ്രാർത്ഥന. മനസ്സിലായുണ്ടോ? അള്ളാഹു രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ, പ്രളയം അവസാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കാൻ പറഞ്ഞു ആദ്യം. പിന്നെ പറഞ്ഞെന്താ? അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഈ കൽപ്പനകൾ കൊടുത്തിട്ട് അള്ളാഹു എന്ത് ചെയ്തു? വഹി കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് ആ പറഞ്ഞ പോലെ സ്വന്തം ജീവിതത്തിൽ അവരനുഭവിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കപ്പലുണ്ടാക്കാൻ പറയുന്ന സമയത്ത് ആ പ്രദേശം എങ്ങനെയായിരുന്നു? ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു. പിന്നെ കപ്പലുണ്ടാക്കുന്ന സമയത്ത് തന്നെയും നൂഹ് നബിയെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. നൂഹ്, നിനക്കെന്താ പിരാന്തുണ്ടോ? എന്തിനാ ഈ കപ്പൽ? ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത സ്ഥലത്തുനിന്ന് എന്തിനാ ഈ കപ്പലുണ്ടാക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നൂഹ് നബി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആയത്തിൻ്റെ മൊത്തം ആകത്തുക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇത്രയും പഠിച്ച 26 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്.
ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലൊന്നാമത്തെ പാഠാണ് അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിലുള്ള കപ്പൽ നിർമ്മാണം. അതാണ് ഒന്നാമത്തെ പാഠം. എന്താണത്? അള്ളാഹു നൂഹ് നബിയോട് നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ വഹി അനുസരിച്ചും കപ്പൽ നിർമ്മിക്കുക എന്ന് കൽപ്പിച്ചു. ഇതിലൂടെ ഒരു സത്യവിശ്വാസി തൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാക്കണമെന്നാണ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ പാഠം. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ചായിരിക്കണം. അതാണ്. നമുക്ക് തോന്നിയതുപോലെ, നമ്മളുടെ ബുദ്ധി പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും അടുത്ത് നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് ജീവിക്കാനുള്ളൊരു മാർഗം കൃത്യമായി പ്രവാചകനിലൂടെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പിൻപറ്റേണ്ടത് എന്നതാണ്. മാത്രമല്ല, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കുമ്പോൾ അദ്ദേഹത്തെ പരിഹസിച്ച ആ സംഭവമാണ് ഈ പറയുന്നത് കേട്ടോ. അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിലുള്ള കപ്പൽ നിർമ്മാണം. അവിടെ അദ്ദേഹം കപ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിഹസിച്ചു എന്ന് പറഞ്ഞില്ലേ? സൂറത്തു ഹൂദിലെ 38-ാമത്തെ ആയത്താണ് ആ വിഷയം പരാമർശിക്കുന്നത്. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് എന്താ? അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരമായിരിക്കണം നമ്മളുടെ പ്രവർത്തനങ്ങൾ. അതാണ് ഒന്നാമത്തെ പാഠം. നൂഹ് നബി കപ്പലുണ്ടാക്കിയത് ആ അടിസ്ഥാനത്തിലാണ്. മനസ്സിലാണ്ടോ? അള്ളാഹിൻ്റെ മേൽനോട്ടമുണ്ട്, അള്ളാഹിൻ്റെ വഹിയുണ്ട്. രണ്ടാമത്തെ പാഠം എന്താണ്? തന്നൂർ, പൊട്ടിയൊഴുകി എന്നതാണ് തന്നൂർ എന്ന് പറഞ്ഞാൽ. തന്നൂർ എന്നുള്ളതിന് എന്തുണ്ട്? പല അർത്ഥങ്ങളുണ്ട്. അടുപ്പ് എന്ന് പറയാം, ചൂള എന്നൊക്കെ തന്നൂർ എന്ന് പറഞ്ഞാൽ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. 3 രൂപത്തിൽ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന്, അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകി. 2, ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊട്ടിയൊഴുകി. 3, പ്രളയത്തിൻ്റെ സമയം എത്തി എന്ന അടയാളം. ഏത് വ്യാഖ്യാനം എടുത്ത് പരിശോധിച്ചാലും എന്താണ്? ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് ആരംഭിച്ചു എന്നാണ്. അതാണ് തന്നൂർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? മൂന്നാമത്തെ കൽപ്പന നമുക്ക് പഠിക്കാനുള്ള എന്താ? കപ്പലിൽ കയറുക എന്നുള്ളതാണ്. കപ്പലിൽ കയറുക എന്ന് പറഞ്ഞു അല്ലേ? ആ കപ്പലിൽ കയറിയവരാരൊക്കെയാണ്? ഒന്ന്, അള്ളാഹു എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ഇണകളെയും കപ്പലിൽ കയറ്റാൻ കൽപ്പിച്ചു. മനസ്സിലായോ? ഓരോ ജീവജാലങ്ങളെയും, വിശ്വാസികളായ കുറച്ചു പേരെയും നൂഹ് നബിയോടൊപ്പം കപ്പലിൽ കയറി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു മകനും ഭാര്യയും അവിശ്വാസികളായതിനാൽ രക്ഷപ്പെട്ടില്ല. സൂറത്ത് ഹൂദിലെ 42-43 ആയത്താണ് ആ വിഷയം പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചു പോകണുള്ളൂ. ഇതിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ആയത്തും അതിൻ്റെ അർത്ഥം. അതായത് സൂറത്ത് ഹൂദിൽ നൂഹ് നബിയുടെ മകനും അതുപോലെ തന്നെ ഭാര്യയും എന്ത് ചെയ്തിട്ടില്ല? കപ്പലിൽ കയറിയില്ല. അതിനെന്താ ന്യായം? വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാലി വനാദാ നൂഹൻ ഇബ്നഹു. നൂഹ് തൻ്റെ മകനെ വിളിച്ചു. വകാന ഫീ മഅ്സലിൻ യാ ബുനയ്യ ഇർകബ് മഅന വലാ തകും മഅൽ കാഫിരീൻ. മോനെ, നീ കാഫിരീങ്ങളിൽ പെട്ടുപോലെ, ഞങ്ങളെ കൂടെ കയറ് എന്ന് പറഞ്ഞ് വിളിച്ചു എന്നാ. അപ്പം ആ മോൻ പറഞ്ഞെന്താ? ഞാൻ വല്ല മലക്ക് മേലെയും കയറിയിട്ട് എന്ത് ചെയ്തോളാം, രക്ഷപ്പെടാം എന്നാണ് പറഞ്ഞത്. നൂഹ് നബിയുടെ മകൻ നൂഹ് നബിയുടെ കപ്പലിൽ കയറിയിട്ടില്ല. അതുപോലെ നൂഹ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ എന്ത് ചെയ്തിട്ടില്ല? കപ്പലിൽ കയറിയിട്ടില്ല. അവിശ്വാസികളായിട്ടാണ് അവർ മരണപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് വിശദീകരിക്കാനുണ്ട്. വളരെ ചുരുക്കിയിട്ട് പറയാം. നൂഹ് നബി തൻ്റെ മകനെ വിളിച്ചെങ്കിലും മകൻ പറഞ്ഞു,
ഞാൻ ഏതെങ്കിലും മലയുടെ മുകളിൽ കയറിയിട്ട് രക്ഷപ്പെടാൻ ഞങ്ങളെ കൂട്ടത്തിൽ വരില്ല എന്ന്. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അഹ്ലുക്കാന്ന്, കുടുംബക്കാരെ കയറ്റാൻ പറഞ്ഞു, അതുകൊണ്ട് എല്ലാവരും പോരി എന്നുള്ളതല്ല, വിശ്വാസികളായ അഹ്ലുകാർ. മനസ്സിലായോ? വിശ്വാസമില്ലാത്തവർക്ക് എന്തില്ല, അവിടെ സ്ഥാനമല്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട്, വിശ്വാസവും കുടുംബ ബന്ധവും നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷ ലഭിക്കുന്നത് കുടുംബ ബന്ധം കൊണ്ടല്ല, പിന്നെയോ, പിന്നെന്തുകൊണ്ടാ? വിശ്വാസം കൊണ്ടാണ്. അതും വിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹരീമിൻ്റെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, ലറബല്ലാഹു മസലൽ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈഅൻ വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ. എന്താ പറഞ്ഞേ? നൂഹ് നബിയുടെ ഭാര്യ, ലൂത്ത് നബിയുടെ ഭാര്യ, രണ്ട് ഉദാഹരണങ്ങൾ എടുത്തിട്ട് അള്ളാഹ് പറയണം. രണ്ടുപേരും എവിടെയാണ്? നരകത്തിലാണ്. കാരണം എന്താ? വിശ്വാസം ഉണ്ടായിരുന്നില്ല. കുടുംബ ബന്ധത്തിൽപ്പെട്ടതല്ലേ, ഭാര്യയാണ്. ഇനി എന്താ അതിലേറെ വലിയ ബന്ധം? പക്ഷേ തൻ്റെ കുടുംബമാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, ഒരു പ്രവാചകന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, ഒരു പ്രവാചകന്റെ മകനാണെന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാൻ്റെ അടുക്കൽ ഒരു കാര്യമില്ല എന്നാണ്. മനസ്സിലായിട്ടോ? കുടുംബ ബന്ധങ്ങൾക്കൊരു പ്രാധാന്യമില്ല, ആദർശ ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം. കുടുംബ ബന്ധത്തിന് പ്രാധാന്യമില്ല എന്നല്ല കേട്ടോ, വിശ്വസിക്കാത്ത കുടുംബ ബന്ധത്തിന് ഒരു പ്രാധാന്യമില്ല. മനസ്സിലായിട്ടോ? അതായത് തൻ്റെ കുടുംബങ്ങളായിരുന്നു അവർ എന്നുള്ളത് കൊണ്ട് അള്ളാൻ്റെ അടുക്കൽ രക്ഷപ്പെടുത്താൻ പറ്റൂല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മോളോട് പറയുന്നുണ്ട്, അല്ലേ, ഫാത്തിമ, നിനക്ക് ഈ ദുനിയാവിൽ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ, ഞാൻ നിനക്ക് നൽകാം. പക്ഷേ വഅൻകിദി നഫ്സിക്കി മിനന്നാർ, നരകത്തുനിന്ന് നിന്റെ ശരീരത്തെ നീ തന്നെ കാത്തുകൊള്ളണം. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന് കഴിയില്ല. നമ്മളെ പാപ്പാര് കാര്യപ്പെട്ട ആളെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതാ പറഞ്ഞ്. കാരണം അങ്ങനെ ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ ആർക്ക് കഴിയേണ്ടിയിരുന്നു? മുഹമ്മദ് നബിക്ക് കഴിയണം. പക്ഷെ മുഹമ്മദ് നബിയോട് പോലും അള്ളാഹു പറഞ്ഞതും അള്ളാഹുവിൻ്റെ റസൂല് സ്വന്തം മോളോട് പറഞ്ഞത് എന്താ? ഈ ദുനിയാവെന്ന് ബാപ്പാനോട് ചോദിക്കാൻ പറ്റണൊക്കെ ചോദിച്ചോ, ബാപ്പ തരാം, അതെന്നെ കൊണ്ട് കഴിയും. എന്നാൽ വഅൻകിദി നഫ്സിക്കി മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ബാപ്പാക്ക് കഴിയൂലട്ടോ. എൻ്റെ വാപ്പ പ്രവാചകനായിരുന്നു, എൻ്റെ വാപ്പ അള്ളാഹുവെ നിനക്ക് ഇഷ്ടപ്പെട്ട ആളായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഫാത്തിമ ബീവിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നീ തന്നെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളണേ. പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞ. അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എത്ര വലിയ അടുപ്പുണ്ടെങ്കിലും ബന്ധമുണ്ടെങ്കിലും പരലോകത്ത് രക്ഷപ്പെടുത്താൻ നമുക്ക് നമ്മളെ പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കുന്ന, ഖബറിലും അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മളെ കർമ്മങ്ങൾ മാത്രമേ നമുക്കുണ്ടാവുള്ളൂ എന്നാ, വേറൊന്നും ഉണ്ടാവില്ല. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി വാപ്പാനെ രക്ഷപ്പെടുത്തുമായിരുന്നു. കഴിയില്ല, വാപ്പ നരകത്തിലാ. അതേപോലെ തന്നെ ലൂത്ത് നബിക്ക് ഭാര്യനെ രക്ഷപ്പെടുത്താമായിരുന്നു, ഭാര്യ നരകത്തിലാ, ലൂത്ത് നബി സ്വർഗത്തിലാ. ഫിർഔനിനെ ആസിയ ബീവിക്ക് രക്ഷപ്പെടുത്താമായിരുന്നു, ഫിർഔൻ നരകത്തിലും ആസിയ ബീവി സ്വർഗത്തിലുമാണ്. സ്വർഗം മരിക്കണ സമയത്ത് തന്നെ സ്വർഗത്തിൽ അള്ളാന്റെ സ്വർഗത്തിലൊരു ഭവനം നിർമ്മിക്കപ്പെട്ടതായി കണ്ടുകൊണ്ടാണ് ആര് മരിക്കുന്നത്? പീഡനങ്ങൾ സഹിക്കുന്നത് ആര്? ആസിയ ബീവി. എന്നിട്ട് പോലും ഭാര്യയ്ക്ക് ഭർത്താവായ ഫിറഔനെ അവിടെ ഒരു റെക്കമെൻഡേഷനും സ്വീകരിക്കൂല, ഒന്നും പറയാനില്ല. ഇതേപോലെ നൂഹ് നബിക്ക് മകനെ രക്ഷപ്പെടുത്താനും ഭാര്യയെ രക്ഷപ്പെടുത്താനും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? കുടുംബ ബന്ധത്തെക്കാൾ, അതായത് ആദർശത്തിലാണ്, വിശ്വാസത്തിലാണ്,
യഥാർത്ഥത്തിൽ കാര്യമുള്ളത്. വിശ്വാസമുണ്ടെങ്കിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ അർത്ഥമുണ്ട്, രക്ഷപ്പെടാം. ഒരു രക്ഷപ്പെടും. വിശ്വാസമല്ല, വിശ്വാസിയാവാതെയാണ് മരിക്കുന്നതെങ്കിൽ എത്ര അടുപ്പുണ്ടായിട്ടും കാര്യമില്ല, എത്ര നല്ല ബന്ധമായിട്ടും കാര്യമില്ല, അവൻ എന്ത് ചെയ്യൂല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഈ ചരിത്ര സംഭവങ്ങൾ നമ്മളെ സാക്ഷിയാക്കി പറയുന്നത്. അതേപോലെ തന്നെ പ്രളയാനന്തര ദുആ, പ്രളയമുണ്ടായി, മരിക്കേണ്ടവരൊക്കെ മരിച്ചു. അതിനുശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകനായ നൂഹ് നബിയോട് അള്ള പറഞ്ഞതെന്താ? നൂഹേ, കപ്പലിൽ കയറിയാൽ ബിസ്മി പറഞ്ഞിട്ട് കയറുക, ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് കയറാൻ ആദ്യമായി പഠിപ്പിച്ചത് അല്ലേ? ചരിത്രം കേട്ടില്ലേ? അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് അത് എത്തിക്കഴിഞ്ഞാൽ, സംഭവം വെള്ളം നിന്നാൽ, പ്രളയം അവസാനിച്ചാൽ നീ എന്ത് ചെയ്യുക? അൽഹംദുലില്ലാ എന്ന് പറയാം. പിന്നെന്ത് ചെയ്യണം? അതിനുശേഷം പ്രാർത്ഥന നടത്തണം. അൽഹംദുലില്ലാ എന്ന് പറയാൻ പോലും നമുക്ക് സമയമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ള എന്തൊരു നിഅമത്താണ് നൂഹ് നബിക്കും ആ നൂഹ് നബിയിൽ വിശ്വസിച്ച ആ കപ്പലിൽ കയറിയ ആളുകൾക്കും ചെയ്തു കൊടുത്തത്. എത്ര വലിയ രക്ഷപ്പെടുത്തലാണത്. അതിന് അൽഹംദുലില്ലാ എന്ന് പറയുക മാത്രമല്ല, വഖുർ റബ്ബി അൻസിൽനി മുൻസിലൻ മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. റബ്ബി അൻസിൽനി മുൻസിലൻ മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. എൻ്റെ രക്ഷിതാവേ, അനുഗ്രഹീതമായ ഒരു താവളത്തിൽ നീ എന്നെ ഇറക്കി തരണമേ. നീയാണല്ലോ ഇറക്കി തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയാനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു എന്ത് ചെയ്തത്? കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ദുആ അള്ളാഹു അവിടെ എന്ത് ചെയ്യാണ്? പഠിപ്പിച്ചു കൊടുത്തു. ഇത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, യാത്രകൾ അവസാനിക്കുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനയാണെന്ന്. നമ്മളൊരു യാത്ര പോവുകയാണ്, ആ യാത്ര അവസാനിച്ചാൽ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന നടത്തണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പുതിയ ജീവിത ഘട്ടങ്ങൾ ആരംഭിക്കുമ്പോൾ പറയാവുന്ന ദുആയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പുതിയ വീടുണ്ടാക്കി പോകുകയാണെങ്കിൽ വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം, ശേഷം ഇത് പ്രാർത്ഥിക്കണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലാണ്ടോ? പുതിയ ജീവിതഘട്ടങ്ങൾ ആരംഭിക്കുമ്പോൾ പറയാം എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഈ സംഭവം ഒരു ചരിത്ര കഥ മാത്രമല്ല. അള്ള പറയാണ്, നിശ്ചയമായും ഇതിൽ നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. സത്യത്തെ സ്വീകരിച്ചവർ രക്ഷപ്പെട്ടു, ധിക്കരിച്ചവർ നശിച്ചു. അതാണ് സത്യം ഉൾക്കൊണ്ട് ജീവിക്കുന്നവന് രക്ഷപ്പെടാൻ പറ്റും, അല്ലാത്തവൻ നശിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്തും ഖുർആൻ അത് പറയുന്നുണ്ട്. എന്താ ഖുർആൻ പറയണേ? മൂസാ നബിയിൽ വിശ്വസിച്ച ആൾക്കാർ ഒരു നിലക്കും രക്ഷപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. പക്ഷെ മൂസാ നബിയോട് പറയുന്നുണ്ട്, കല്ല, നിങ്ങളങ്ങനെ പറഞ്ഞു പോകണ്ട, കാരണം ഇന്നമായി റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരുന്നു. അതാണ് ആ പ്രതീക്ഷ, അതാണ് റജ എന്ന് പറഞ്ഞ. മനസ്സിലായിട്ടോ? എന്തുണ്ടായത്? അള്ളാഹു വഹയി കൊടുത്തു. കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് സമുദ്രത്തിലടിക്കാൻ പറഞ്ഞു. സമുദ്രം 2 ഭാഗമായി മാറി പിളർന്നു. അതിലൂടെ അവർ രക്ഷപ്പെട്ടു. കാരണം അള്ളാഹുവിൻ്റെ കാവൽ അവർക്കുണ്ടായിരുന്നു എന്നാ. അള്ളാഹുവിൽ തവക്കുലേൽപ്പിച്ചിട്ടാണ് മൂസാ നബി എന്ത് ചെയ്യുന്നത്? പുറപ്പെടുന്നതെന്നാ. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിൽ തവക്കുലേൽപ്പിച്ചൊരു മനുഷ്യന് പിന്നെ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മൾ നിസ്കാര ശേഷമൊക്കെ പറയുന്നത് എന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്താന്ന്. പടച്ചോനെ, നീ നൽകാൻ ഉദ്ദേശിച്ച തടയാനും കഴിയില്ല, നീ തടഞ്ഞത് നൽകാൻ ഒരാൾക്കും കഴിയില്ല. പിന്നെന്തിനാ ഈ ദുനിയാവിൽ പേടിക്കണേ? ഓൻ്റെ ഹൈററ്റ് മുടക്കുവോ എന്ന് ചിന്തിക്കണോ? വേണ്ട. കാരണം എന്താ? ഹൈർ മുടക്കാൻ കഴിയില്ല ഓന്. അള്ള വിചാരിക്കണം. അള്ള വിചാരിക്കാതെ ഒന്നും സംഭവിക്കൂല. പിന്നെ ഒരു വിശ്വാസിക്ക് എന്തിനാ പേടി? നമുക്കൊരു കറുത്ത പൂച്ചന് പാഞ്ഞാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലിങ്ങനെ വരും, ഇത് നല്ല ലക്ഷണമല്ലല്ലോ അല്ലേ?
അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാൻ മറന്നു പോയാൽ മതി. ഇപ്പോൾ ഫുള്ള് മറവി തന്നെയാണ്. ആ കൊറോണ കോവിഡ് വാക്സിൻ അടിച്ചതിന് ശേഷം എല്ലാവർക്കും മറവിയാണ് അല്ലേ. മറന്നാൽ ഇവിടുന്ന് എന്തെങ്കിലും എടുക്കാതെ ഒരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ പകുതിയേക്കിലെത്തി ഓർമ്മ നിന്ന് പിന്നെയും കെട്ടി തിരിച്ചു വരുന്ന എന്താണ്? അത് നല്ല ലക്ഷണമല്ല അല്ലേ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരില്ലേ? ഒരു പല്ലിങ്ങനെ പറയുമ്പോൾ ശബ്ദം ഉണ്ടാക്കിയാൽ മതി, അപ്പോത്തിന് നമ്മൾ പറയും കണ്ട പല്ലും കൂടി. കുറച്ചും കൂടി പ്രായമുള്ള വല്യന്മാരുണ്ടെങ്കിൽ ഓൽക്കറിയാം, നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല. കാരണം പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അല്ലേ. ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ, ഇസ്ലാമിലില്ലാത്ത വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരും അത്തരം കാര്യങ്ങളിൽ പേടിയും ഭയവും തോന്നുന്നവരുണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ട എന്താ? നിസ്കാരശേഷം നമ്മൾ പറയുന്ന ഒരൊറ്റ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ലാ മാനിഅ മാഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. പടച്ചോനെ, നീ നൽകാൻ ഉദ്ദേശിച്ച് തടയാനും കഴിയില്ല, നീ തടഞ്ഞത് നൽകാൻ ഒരാളെ കൊണ്ടും കഴിയില്ല, ഒരാളെ കൊണ്ടും കഴിയില്ല. ആ ഒരു വിശ്വാസം നമുക്കുണ്ടാവണം എന്നതാണ്. മാത്രമല്ല, സത്യം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ആ സത്യമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നമ്മൾ പരാജയപ്പെടുന്നുള്ള ഉറപ്പാണ്, ഒരു സംശയവുമില്ല. അത് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ. സത്യത്തിൻ്റെ കൂടെ നിന്ന് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. അതൊരാളാണെങ്കിൽ പോലും, മഹാഭൂരിഭാഗം ആളുകളും അപ്പുറത്താണെങ്കിലും നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവുന്ന. മഅസ്വാദിഖീൻ, അള്ളാഹു ആരുടെ കൂടെ? സത്യസന്ധന്മാരുടെ കൂടെയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ്? 1, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. 2, ആളുകളുടെ പരിഹാസം സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കരുത്. നമ്മളൊരു ഹക്ക് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കളിയാക്കാണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ പറത്തിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങും, ഓ ഇജിപ്പം എന്നെ ബീവിയായത് എന്ന് ചോദിക്കും. അല്ല ഇജിപ്പം എന്നെ നന്നാൻ തുടങ്ങി, ഖുർആൻ ക്ലാസ്സിന് വരുമ്പോൾ ചോദിക്കും ഇജിപ്പം എന്നെ നന്നാൻ തുടങ്ങി. ഇങ്ങനത്തെ ഒരുപാട് പരിഹാസങ്ങൾ ചിലപ്പോൾ നമ്മൾ കേൾക്കും. അങ്ങനെ കേട്ടാൽ സമാധാനിച്ചോളി, നിങ്ങൾ ചെയ്യണതാണ് ഹക്ക് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ആരെങ്കിലും പരിഹസിക്കാൻ കാത്തിക്കുക. കാരണം എന്താ? അപ്പോഴേ നമ്മൾ ചെയ്യുന്നതാണ് സത്യം എന്നുള്ള നമുക്ക് ബോധ്യപ്പെടുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും പരിഹസിച്ചത് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ദീന് വിട്ടു പോകരുത്. പിന്നെ വിശ്വാസമാണ് രക്ഷയുടെ അടിസ്ഥാന കാരണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. എവിടെ രക്ഷപ്പെടണമെങ്കിലും വിശ്വാസം ഉണ്ടാവണം. വിശ്വാസമില്ലാത്തവൻ എന്ത് കർമ്മം ചെയ്തിട്ടും കാര്യമില്ല. വിശ്വാസം ശരിയല്ലെങ്കിൽ അവൻ എന്ത് കർമ്മം ചെയ്തിട്ടും കാര്യമില്ല. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ആരും രക്ഷപ്പെടൂല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി പറയണം. അതേപോലെ തന്നെ ഖുർആനിലെ ചരിത്രങ്ങൾ വെറും കഥകളല്ല, ജീവിത പാഠങ്ങളാണ് എന്നുള്ള പാഠവും നമുക്ക് ഈ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സന്ദേശം എന്താ? നൂഹ് നബിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയോടെയും വിശ്വാസത്തോടെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അവസാനം വിജയം ലഭിക്കും എന്നുള്ള പാഠമാണ് നൂഹ് നബിയുടെ ഈ ജീവിത ചരിത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും കൃത്യമായ വിശ്വാസം മുറുകെ പിടിച്ച് പടച്ച റബ്ബിൽ തവക്കുലേൽപ്പിച്ച് ക്ഷമിക്കുകയാണെങ്കിൽ, വിശ്വാസത്തിൻ്റെ കൂടെ ക്ഷമയും സഹനവും ഒരാൾക്കുണ്ടെങ്കിൽ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അള്ളാഹു അവനെ സഹായിക്കും എന്നുള്ളത് പടച്ച റബ്ബിൻ്റെ വാഗ്ദാനമാണ്. അത് കൃത്യമായി നമ്മൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഈ പാഠത്തിൽ വന്നിട്ടുള്ള മാലി മുല്ലാരി അംബ്രകളാണ്. അത് നിങ്ങൾ അതിൻ്റെ PDF ഫയൽ ഗ്രൂപ്പിലിടുമ്പം എഴുതിയെടുക്കണം. നസ്വറ യൻസുറു ഉൻസുർ, കദ്ദബ യുകദ്ദിബു കദ്ദിബ്, ഔഹ യൂഹി ഔഹി, സ്വന യസ്നൗ ഇസ്ന, ഫാറ യഫൂറു ഫുർ, ഇസ്തവ യസ്തവി ഇസ്തവി, നജ്ജ യുനജ്ജി നജ്ജി, ഇബ്തല യബ്തലി ഇബ്തലി. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുക്കണം കേട്ടോ നോട്ട്ബുക്കിലേക്ക്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ഏത് ജീവിത പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബിൻ്റെ സഹായം ഉണ്ടാകും എന്ന ചിന്തയോടുകൂടി, തവക്കുലോടുകൂടി, കൃത്യമായി ഈമാനികമായ ആദർശത്തോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുക. റബ്ബ് തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹ് അമലായി സ്വീകരിക്കുമാറാവട്ടെ.
അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ മുഴുവൻ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കളുടെയും വിശ്വാസികളുടെയും ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.